ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേകിന് വർഷയൊത്ത് വയനാട്ടിലേക്ക് പോകാനാണ് ആഗ്രഹം. കൂടെ ശിവ ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ ശിവ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. വരണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ ചോദിച്ചുകൊണ്ടേ അവൾ നിൽക്കും. പക്ഷേ അവൾ അറിയാതെ തന്നെ അവൾ ഒഴിവാക്കണം എന്ന മട്ടിൽ തന്നെ അങ്കിതിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. NGK മീഡിയ ഒന്നുകൂടി വിപുലീകരിക്കണമെന്ന് നിങ്ങൾ ആശയപരമായി ചർച്ച ചെയ്തതല്ലേ? അതുകൊണ്ട് തന്നെ നാളെ ശിവയെ ഒന്ന് മീറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ നടപടികളൊക്കെ ഒന്ന് സ്വീകരിക്കണം അങ്കിത് എന്ന് പറയുന്നുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഇത്രയും പെട്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയണം. പിന്നെ എൻ്റെ ഫാമിലി പരമായിട്ടൊന്ന് ആലോചിക്കുകയും വേണം. എന്നിട്ട് വേണ്ടേ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അല്ലാതെ എടുത്തു ചാടി ഒരു തീരുമാനം പറയാൻ പറ്റുമോ? നീയല്ലേ അന്ന് പറഞ്ഞത് അത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്? അതുപോലെ ചെയ്യ്. എന്നിട്ട് ശിവയെ നാളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചോളൂ. എൻ്റെ വിവേകേ, നിനക്ക് വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. നാളെ ശിവ എൻ്റെ അടുത്ത് പറഞ്ഞയച്ചിട്ട് നിനക്ക് എന്തോ ഒരു കാര്യം അവിടെ നടത്താനുണ്ട്. എന്താടാ, നിന്നെ ഇന്നും ഇന്നലെയും കാണൽ തുടങ്ങിയതല്ലല്ലോ ഞാൻ. വർഷങ്ങളായില്ലേ. എനിക്ക് നിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. തുറഞ്ഞു പറഞ്ഞാൽ, സത്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇത് പറയുന്നുണ്ട്. ഒന്നുമില്ലടാ, നാളെ എനിക്ക് വയനാട്ടിലേക്ക് പോകണം. അപ്പോൾ ശിവയും വരുന്നുണ്ടെന്നോ പറഞ്ഞത്? എനിക്ക് ശിവയെ കൂടെ കൊണ്ടുപോകുന്നത് താല്പര്യമില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വയനാട്ടിലേക്ക് നിനക്ക് തനിച്ചാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശിവ വരാൻ താല്പര്യമില്ല, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ലടാ, വർഷയും കൂടെ ഉണ്ടെന്ന്. ആ, അത് വരട്ടെ. ഇപ്പോൾ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഇത് ലവ് സ്റ്റോറി അതിനകത്തുകൂടെ നടക്കുന്നുണ്ട്. അതൊന്നുമില്ലടാ. അപ്പോൾ അവൾക്ക് മാത്രം എന്നോട് ദേഷ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വൺ വേ ആണല്ലേ? ആ, അതാണ്. പക്ഷേ അത് നല്ല രീതിക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിമിഷങ്ങളാക്കി മാറ്റണം. അതിനു വേണ്ടി ശിവയെ ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അതിനെന്താ, പക്ഷേ ശിവയ്ക്ക് എൻ്റെ മേലൊരു കണ്ണുണ്ട്. കാരണം മമ്മിക്ക് ശിവ എൻ്റെ ഭാര്യ ആക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ എനിക്കാണെങ്കിൽ ശിവയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് മാറ്റി തരണമെന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെടാ. പക്ഷെ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനാണ് സാധ്യത. കാരണം അവളെ ഞാൻ വിളിച്ചാൽ വരുമോയെന്ന് അറിയില്ല. നീ ഒന്ന് ശ്രമിച്ച് നോക്കുന്ന അങ്കിതിനോട് പറയുന്നുണ്ട് കേട്ടോ വിവേക്. പിന്നെയും ഷാർമിളയും രാഹുലിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ന്യൂസ് എല്ലാം കേൾക്കുന്ന നമ്മുടെ ഷാർമിളയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ കുട്ടികൾ മിടുക്കികളാണെന്ന രീതിയിൽ ആ പെൺകുട്ടിയെ രക്ഷിച്ചല്ലോ, അതിൻ്റെ പേരിൽ കേട്ടോ. അതിനുശേഷം തന്നെ രാഹുൽ വന്നതിന് ശേഷം തന്നെ ആൻറ്റിയെ വിളിക്കുന്നുണ്ട്. ആൻറ്റി, ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ മോനെ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേനും ഞാൻ അഞ്ജുവിനെ നാളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നോട് എത്ര കാലമായി പറയുന്നു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന്. നിനക്ക് ഇപ്പോഴാണോ തോന്നിയത്? എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളല്ലേ. അവളെ ഇത്രയും കാലം ഞാൻ പുറത്ത് നിർത്തി അച്ഛൻ്റെ പേരും പറഞ്ഞ്. ഇനി അത് വേണ്ട. ഇനി നമ്മുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഹരിതയ്ക്ക് ഞാൻ കല്യാണം കഴിച്ചു എന്നറിഞ്ഞാൽ ഹരിതയ്ക്കും എൻ്റെ മേലുള്ള കണ്ണ് മാറിക്കോളും. ഹരിതയുടെ സ്വഭാവം അവളുടെ ഡാഡിയുടെ അതേ സ്വഭാവമാണ്. ഞാൻ അവളെ വളർത്തിയെങ്കിലും ഒരു മാറ്റം അവൾക്ക് സംഭവിച്ചിട്ടുമില്ല. നീ എന്തായാലും അഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരണം. അതിനുശേഷം തന്നെ അവളൊരു പാവം കുട്ടിയല്ലേടാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ ഇപ്പം തന്നെ അവളെ വിളിച്ച് പറയും. ഇല്ല ആൻറ്റി, ഞാൻ അവളെ ഫോൺ ചെയ്ത് പറയുന്നില്ല. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വേണ്ടേ പറയാനായിട്ട്. അവൾക്ക് അതാണ് സന്തോഷം ഉണ്ടാവുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് അവളുടെ സന്തോഷം എനിക്ക് ആ കണ്ണിലൂടെ എനിക്ക് കാണണമെന്ന് പറയുന്നു. ഓ, ഇതാണോ? എന്നാൽ ശരി, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം ജാൻസി വില്ലയിൽ തന്നെയാണ്. അങ്ങനെ എല്ലാവരും കൂടി ആ കുട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ പെൺകുട്ടിയുടെ ഒരു ധൈര്യം സമ്മതിക്കണം. രാത്രി ആരില്ലാത്ത സമയത്ത് ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടായിരുന്നു, വീട്ടുകാരെ വെറുപ്പിച്ചിട്ട്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേനും അഭി ചോദിക്കുന്നുണ്ട്, താൻ എന്താണോ കട്ടപ്പനയിൽ നിന്ന് ഇറങ്ങി വന്നത്? തൻ്റെ ഇഷ്ടപ്രകാരമല്ലേ, പാരൻസിനൊന്നും നിനക്ക് വേണ്ടാത്ത വെച്ചിട്ടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജുവിനൊന്നും സംസാരിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ നമ്മളെല്ലാവരും വന്നിട്ടുള്ളത് ഓരോ ലക്ഷ്യത്തിൻ്റെ പേരിലാണ്. പക്ഷെ ആ കുട്ടിയും വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ. പക്ഷെ ആ കുട്ടി അകപ്പെട്ടു പോയി. അങ്ങനെ ശിവ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ന്യൂസിലൂടെ ഇതുപോലത്തെ പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നതും അതുപോലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ നമുക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. NGK മീഡിയ ഒന്നും കൂടി വിപുലീകരിക്കണം എന്നൊരു ആശയം വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ അങ്കിത് വെച്ചിട്ട്. എന്നിട്ടിപ്പോൾ എന്തായി? അയാളിപ്പോൾ വിളിച്ചോ പറഞ്ഞോ എന്നൊക്കെ അഭി ചോദിക്കുന്നുണ്ട്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ ഇത് വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇത്രയും ദിവസം ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. എന്നിട്ട് ഇതുവരെയുള്ള സാലറി ഒന്നും എനിക്ക് തന്നില്ലല്ലോ. അത് മുഴുവൻ കിട്ടിയിട്ടേ ഞാൻ പുറകെ വരുള്ളൂ എന്നും പറയുന്നുണ്ട്. അഞ്ച് പറയുന്നുണ്ട്, എനിക്കതൊക്കെ പറ്റുമെന്ന് അറിയില്ല എന്നും.
അതിനുശേഷം തന്നെ വർഷ പറയുന്നുണ്ട്, ആ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വിവേകിൻ്റെ ഫ്രണ്ട് തന്നെയല്ലേ, വിവേകിൻ്റെ സ്വഭാവം അനുസരിച്ച് ഫ്രണ്ട് ഫ്രോഡ് തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓ എൻ്റെ വർഷേ, നീ ഒന്ന് നിർത്ത്, എന്തിനാ ഇങ്ങനെ എപ്പോഴും വിവേകിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഇങ്ങനൊരു ഏഷണി വർഷയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ, ചിരിക്കുന്നുണ്ട് വർഷയുടെ ഈ സ്വഭാവം. അതിനുശേഷം വീണ്ടും അങ്കിതിനെയും അതുപോലെ തന്നെ വിവേകിനെയും കാണിക്കുന്നുണ്ട്. വിവേകാണെങ്കിലോ അങ്കിതനോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ അങ്കിത് സംസാരിക്കുന്നുണ്ട്, എനിക്കിത് പറ്റുമെന്ന് തോന്നില്ലടാ, അവൾ വരില്ല, എന്താ ഞാൻ പറയേണ്ടത്, എല്ലാത്തിനും ഒരു ഡീറ്റെയിൽസ് കിട്ടാതെ ഒന്നും ചർച്ച ചെയ്യാനും പറ്റില്ല, നീ ഒരു ഫ്രണ്ടാണോടാ, എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞപ്പോൾ നിനക്കത് പറ്റില്ലല്ലേ, നീ നിൻ്റെ പാട് നോക്കി പോകാമെന്ന് പറഞ്ഞിട്ട് വിവേക് ദേഷ്യപ്പെട്ട് പോകുന്നു കേട്ടോ. പിന്നീടും രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുലാണെങ്കിലോ അഞ്ജുവിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ജാൻസി വില്ലയുടെ പുറത്തേക്ക്, അതായത് മതിലിൻ്റെ പുറത്ത് നിൽക്കുവാണ്. അതിനുശേഷം തന്നെ അഞ്ജു, നിന്നെ എനിക്കിപ്പോൾ കാണണമെന്ന് പറയുന്നുണ്ട്. അത് നടക്കില്ലടോ പോയി, കാരണം ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനെന്തായാലും അങ്ങോട്ട് വരാൻ പോവാണ്, ഞാൻ നിൻ്റെ വീടിൻ്റെ പുറത്ത് തന്നെ ഉണ്ടെന്ന്, നീ എവിടെ ഇരിക്കുന്നത്, നിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ എന്ന് നോക്കുക എന്നെ എന്ന് പറഞ്ഞ് നോക്കുന്നു കേട്ടോ. അങ്ങനെ കാണുന്നുണ്ട് രാഹുലിനെ. ഇവൻ എന്നെ പറ്റിക്കുമല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അങ്കിത് ശിവയെ വിളിക്കുന്നുണ്ട്. ശിവ, എനിക്ക് നാളെ തന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അയ്യോ, എനിക്ക് നാളെ വേറൊരു കാര്യമുണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടേക്ക് മല്ലികയ്ക്കാണെങ്കിലോ മതിൽ ചാടി വരുന്ന രാഹുലിനെ കാണുന്നുണ്ട്. അയ്യോ, തിരടൻ തിരടൻ എന്ന് പറഞ്ഞിട്ട് ആർത്ത് വിളിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ അങ്കിതെന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ വർഷ പറയുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം, ഒന്നും വ്യക്തമല്ല, പക്ഷേ എന്തോ നിലവിളിക്കുന്നത് പോലെ മല്ലികാക്ക എന്നും പറയുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ തെരഞ്ഞുകൊണ്ട് അഞ്ജു വരുന്നുണ്ട്. അപ്പോഴത്തേക്കും രാഹുലിനെ കാണുന്നുണ്ട്. എന്താണോ നീ ഇവിടെ നിൽക്കുന്നത്, നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് രാഹുലിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം തന്നെ മല്ലികാക്ക ഓടി വരുന്നുണ്ട്. അയ്യോ, ഇവിടെ ഒരു കള്ളൻ കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആരാണ് അറിയില്ല, അതിൽ പുകമൂടി വെച്ചിട്ടുണ്ട്, അകത്തേക്ക് കയറിപ്പോണത് കണ്ടു എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ രാഹുൽ എന്താണ് അർജുൻ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്ത് പണിയാടോ താൻ കാണിച്ചേ, താനോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് വരാനായിട്ട്, ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. സന്തോഷ വാർത്തയോ? ആ, എന്തായാലും നാളെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ തൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് തന്നെ വന്നതും. എൻ്റെ എക്സ്പ്രഷൻ നീ കണ്ടോ? അത് കണ്ടു, പേടിയും വെപ്രാളവും മാത്രം. പിന്നെ എന്താടോ, ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാൽ പോരെ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇപ്പം എല്ലാവരും അറിഞ്ഞു, നമുക്കിപ്പോൾ തന്നെ എല്ലാവരുടെ മുന്നിൽ പൊളിയും ഈ കള്ളനാടകം എന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ മാഡത്തെ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വസുന്ധര വരുന്നു. തിരുടൻ ഇതിനകത്ത് തന്നെ കയറിയിട്ടുണ്ടെന്ന് മല്ലിക ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, വിവേക് വരട്ടെ, വിവേക് അപ്പോഴത്തേനും വന്നല്ലോ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ന്യൂസ് ലൈവിലൂടെ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യും വേണം, കാരണം ആ കള്ളനെ പിടിക്കുന്നത്. അമ്മ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരിയായി തുടങ്ങിയിട്ടുണ്ടെന്ന് വിവേകും പറയുന്നുണ്ട്. എന്നാൽ തിരയാൻ കൂടാം എന്ന് പറയുന്നു. ആ സമയത്ത് വർഷയാണെങ്കിലോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും, അതായത് രാഹുൽ ആരതിനകത്തുണ്ടെങ്കിൽ അയാളെ ഞാൻ പിടികൂടും. രാഹുൽ വന്നപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിൽക്കുവാണ്, പരസ്പരം തിരയാനെന്ന് ആരും പോകുന്നില്ല, അവൻ്റെ പുറകെ പോകുന്നത് കള്ളനെ ഞാൻ ഒറ്റയ്ക്ക് പിടിക്കും എന്ന് വർഷയും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി തിരയുകയാണ്. ശിവയാണെങ്കിലോ വീഡിയോ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാഹുലും അഞ്ജുവും പെട്ട അവസ്ഥയിലായി. പിന്നീട് അഭി പറയുന്നുണ്ട്, അഞ്ജു താൻ എന്താടോ വാതിൽ തുറക്കാതെ, പെട്ടെന്ന് വാതിൽ തുറക്കുമെന്ന് പറയുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുക, താനൊരു കാര്യം ചെയ്യും, കുളിക്കുകയാണെന്ന് പറയാൻ പറയുന്നുണ്ട് കേട്ടോ രാഹുൽ. ഞാൻ കുളിക്കുകയാണെന്ന് പറയുന്നു. ആ കുളിച്ചോ, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മല്ലികാക്കും പറയുന്നുണ്ട്. താൻ വാതിൽ തുറന്നേ, എൻ്റെ കുളിസീൻ കാണാനാണോ വാതിൽ തുറക്കേണ്ടത്? അല്ല, അത് സാരമല്ല, ഇവിടെ പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളത്, ആ വാതിൽ തുറക്കെന്ന് പറയുന്നു. രാഹുലാണെങ്കിലോ താൻ ഒരു കാര്യം ചെയ്തിട്ട് ടവൽ കൊടുത്തിട്ട് അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നുണ്ട്. അയ്യടാ, ഞാനിവിടെ ഒളിച്ചേക്കാം, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു, ഇനി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവാണ്, നമ്മൾ പിടി കൊടുക്കാൻ പോവാണെന്നായി. അങ്ങനെ വീണ്ടും അഭി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവേക് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. അപ്പോഴത്തേനും അഭി പറയുന്നുണ്ട്, ഇല്ലടാ ഇപ്പോൾ ഇറങ്ങി വരണ്ട, ഇതാ വിവേകേട്ടൻ വരുന്നുണ്ടെന്ന് പറയുന്നു. എല്ലാവരും കൂടി വീണ്ടും തിരയാനായിട്ട് പോകുന്ന സമയത്ത് വിവേകാണെങ്കിൽ വർഷയെ നോക്കുന്നുണ്ട്. വർഷ ഇവിടെ പോയി എന്നുള്ള രീതിയിൽ. വർഷയാണെങ്കിലോ പിറകിലത്തെ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്, അതിലൂടെ പാര കയറിപ്പോയത്. അങ്ങനെ ഉള്ളിലേക്ക് ചെല്ലണ സമയത്ത് തന്നെ രാഹുലും മഞ്ജുവും കൂടി തീരുമാനിക്കുന്നുണ്ട്, ഇപ്പം തന്നെ നമുക്ക് പിടി കൊടുക്കാം, ഇന്ന് തന്നെ വീട്ടിലേക്ക് വരാലോ എനിക്ക്. അയ്യോ, ഇന്ന് വരണ്ട, ഇന്ന് ഞാൻ പ്രിപ്പയർ അല്ല, നാളെ ആവട്ടെ എന്ന് പറയുന്നുണ്ട്. മതിൽ ചാടി പോകാനല്ലേ, ഇതന്നെയല്ലേ എല്ലാ പ്രാവശ്യവും നടക്കുന്നത്, താൻ എന്ത് ഈ കാണിച്ചു, ഇനി ഒന്ന് നോക്കിയിട്ട് കല വന്നേ എന്ന് പറയുന്നു. വാതിൽ തുറക്കുന്ന സമയത്ത് വർഷയാണ് കേട്ടോ കാണുന്നത്. വർഷ ആകെ ഞെട്ടുന്നുണ്ട്. രാഹുലും അഞ്ജുവും കൂടി ആകെ ചമ്മിയ മട്ടിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വർഷ അവരെ രക്ഷിക്കുമായിരിക്കും.
അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിഞ്ഞ കേട്ടോ.